നമസ്കാരം. ആഗോള ശക്തി വ്യവസ്ഥയിൽ കുതിപ്പോടെ ഉയർന്നു വരുന്ന ഇന്ത്യ ഇന്നത്തെ ദിവസങ്ങളിൽ ഏറ്റവും അധികം വിശ്വാസത്തോടെ ആശ്രയിക്കുന്ന രാഷ്ട്രം അത് റഷ്യ. ദശാബ്ദങ്ങളായി നിലനിന്ന ഈ തന്ത്രപരമായ സൗഹൃദത്തിന് ഇന്ന് പുതിയ മാനങ്ങൾ ലഭിക്കുകയാണ്. റഷ്യയുടെ നവതലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ Su-57 സംബന്ധിച്ച ചർച്ചകളിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് റഷ്യ എല്ലാ നിബന്ധനകളും സ്വീകരിക്കാൻ തയ്യാറാണെന്ന സന്ദേശം നൽകുന്നുവെന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിശ്വാസത്തിന്റെ ഒരു ഉദാഹരണമാവുകയാണ്. ഇത് സാധാരണ പ്രതിരോധ കരാർ മാത്രമല്ല, ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ആഗോള പ്രാധാന്യത്തിന്റെ അംഗീകാരം, മോദിയുടെ ഉറച്ച വിദേശ നയത്തിന്റെ വിജയമുദ്ര, അമേരിക്കയും പ്രത്യേകിച്ച് ട്രംപ് ഭരണവും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ പരാജയവും എല്ലാം തെളിയിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ഉറച്ച സ്ഥിരതയുള്ള നിലപാടിന്റെ വിജയം കൂടിയാണ്. റഷ്യ ഇന്ത്യയുടെ വാക്കു കേൾക്കുന്നു, ഇന്ത്യയുടെ വാക്കിന് ആവശ്യങ്ങൾക്ക് വില നൽകുന്നു. എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. ദീർഘകാലമായി ഇന്ത്യയും റഷ്യയും പരസ്പരം ഏറ്റവും വിശ്വസ്തയാർന്ന പ്രതിരോധ സഖ്യങ്ങളാണ്. ബ്രഹ്മോസ് മുതൽ Su-30 വരെ ഇന്ത്യയുടെ പ്രധാന ശേഷികളുടെ പിന്നിൽ റഷ്യയുടെ സ്പർശമുണ്ട്. Su-57 സംബന്ധിച്ച ചർച്ചകളിൽ റഷ്യയുടെ അതീവ അനുകൂല നിലപാട് രണ്ട് കാരണങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യയുടെ ആഗോള പദവിയുടെ വളർച്ച എത്രത്തോളം വേഗത്തിലാണ് എന്നതാണ്. ഒരു കാലത്ത് സൂപ്പർ രാജ്യങ്ങളുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ ആടി ഉലഞ്ഞിരുന്ന ഇന്ത്യ ഇന്ന് സ്വതന്ത്ര നിലപാടും സ്വയം രൂപപ്പെടുത്തിയ വിദേശ നയവും പിന്തുടരുന്ന രാഷ്ട്രമാണ്. റഷ്യ അതിനെ ബഹുമാനിക്കുന്നു. മോദിയുടെ നിലപാടുകളെ സൗഹൃദത്തോടെ ആദരവോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തേത്, മോദിയുടെ ആത്മവിശ്വാസമുള്ള നയതന്ത്രം റഷ്യയെ പോലും അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്തു പറഞ്ഞാലും വസ്തുത നരേന്ദ്രമോദി ഇന്ത്യയുടെ താല്പര്യത്തിൽ ഉറച്ചും ഭയമില്ലാതെയും മുന്നോട്ട് ഓരോ ചുവടും ചങ്കുറപ്പോടെ വെക്കുന്ന നേതാവാണ് എന്നത് തന്നെയാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങളും നിയമഭീഷണികളും വിവിധ ശത്രുരാഷ്ട്രങ്ങളുടെ പ്രചരണങ്ങളും എല്ലാം മറികടന്ന് ഇന്ത്യ റഷ്യ ബന്ധം സ്ഥിരതയാർന്നതും മുൻകാലത്തേക്കാൾ ശക്തവുമാണ്. ലോകത്ത് നിലവിലുള്ള ഏറ്റവും മുന്നിൽ നിന്ന സ്റ്റെൽത്ത് ഫൈറ്ററുകളിൽ ഒന്നാണ് Su-57. പരമാവധി സ്റ്റെൽത്ത്, ഹൈപ്പർ മാനുവറബിലിറ്റി, ദീർഘദൂര ആക്രമണശേഷി, ഇരട്ട എഞ്ചിൻ സുരക്ഷ, അടുത്ത ജനറേഷൻ ജിയോണിക്സ് എന്നിവ Su-57 അമ്പരപ്പിക്കുന്ന പ്രത്യേകതകളാണ്. ഇവയൊക്കെ ചേർന്നപ്പോൾ F-35, J-20 പോലുള്ള യുദ്ധവിമാനങ്ങളെ നേരിടാൻ പറ്റുന്ന ഒരു പ്രതിരോധ ശേഷിയാണ് Su-57 എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. റഷ്യ ഇന്ത്യയോട് പരമാവധി സഹകരിക്കാൻ തയ്യാറാണെന്ന നിലപാട് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന്റെ സ്വതന്ത്രതയും അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളായി ലോകവും മുഴുവൻ ലോക നേതാക്കളും നിലകൊള്ളണമെന്ന സമീപനത്തിനേറ്റ ശക്തമായ മറുപടിയുമാണ്. ഇന്ത്യ ടെക് ട്രാൻസ്ഫർ ഉൾപ്പെടുന്ന കരാർ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. ഇതിനു പുറമെ ചൈനയുടെ J-20 നേരിടാൻ കഴിയുന്നത്ര ശക്തമായ സ്റ്റെൽത്ത് ഫൈറ്റർ ഇന്ത്യക്ക് ലഭിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായുള്ള അതിർത്തികളിൽ ഇന്ത്യക്ക് വൻ മുൻതൂക്കം നൽകും. മോദിയുടെ ശക്തമായ വിദേശ നയം വലിയ രാജ്യങ്ങളെ പോലും പിൻവാങ്ങിപ്പിക്കുന്ന ശക്തിയായി ഇതിനോടകം ഇന്ത്യയെ വളർത്തിക്കഴിഞ്ഞു എന്നതാണ് സത്യം. ഈ കാലഘട്ടത്തിൽ ലോക സൂപ്പർ പവർ എന്ന് സ്വയം കരുതുന്ന ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന നേതാവ് ഇന്ത്യക്കുണ്ട്. അതാണ് മോദി. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ ഇന്ത്യയെ കുലുക്കാൻ പോലും കഴിഞ്ഞില്ല. ട്രംപ് ഭീഷണി ഉയർത്തിയപ്പോൾ പോലും മോദി സർക്കാർ പിന്മാറി. അതേ സമയത്ത് തന്നെ S-400 വാങ്ങി ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കില്ല എന്ന് ഇന്ത്യ തെളിയിച്ചു. റഷ്യയുമായി എനർജി കരാറുകൾ കൂടുതൽ ശക്തിപ്പെടുത്തി. ഡോളർ ആശ്രിത്വം കുറയ്ക്കുന്ന വഴികൾ തേടി. ഇവയെല്ലാം ഒറ്റ കാര്യമാണ് പറയുന്നത്, ഇന്ത്യ ഇനി സ്വതന്ത്ര മഹാശക്തിയാവുക. ട്രംപിന്റെ പരാജയം കൂടിയാണ് ഈ പുതിയ ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്ന ധാരണ പൊളിഞ്ഞു പാളീസായി ട്രംപ് നാണം കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപ് ഭരണകാലത്ത് റഷ്യയുമായി അടുത്ത സഹകരണം നിലനിർത്താൻ നടത്തിയ സമ്മർദ്ദവും പ്രതിരോധ വാങ്ങലുകളിൽ ഏർപ്പെടുത്താൻ ശ്രമിച്ച അനാവശ്യ നിയന്ത്രണങ്ങളും വ്യാപാര രംഗത്ത് വലിയ തോതിൽ ഏർപ്പെടുത്തിയ താരിഫുകളും കാശ്മീരിനെ കുറിച്ചുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ കുറിച്ചുള്ള അവ്യക്ത പ്രസ്താവനകളും പാകിസ്ഥാനെ ഇടയ്ക്കിടെ പ്രോത്സാഹിപ്പിക്കലും അടക്കം ഇന്ത്യക്കെതിരെ നിരവധി പ്രത്യക്ഷവും പരോക്ഷവുമായ സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തി. പക്ഷെ അവസാനം എന്താണ് സംഭവിച്ചത്? ഇന്ത്യ വഴങ്ങാത്തത് കൊണ്ട് ട്രംപിന് തന്നെ ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. ഇന്ന് ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. S-400 എത്തിയിരിക്കുന്നു. ബ്രഹ്മോസ് സഹകരണം കൂടുതൽ ആഴത്തിലായി. ഇപ്പോൾ Su-57 കുറിച്ചുള്ള ചർച്ചകൾ വിജയത്തിലേക്ക് അടുക്കും. അതിനാൽ ഒരു കാര്യത്തിൽ സംശയമില്ല, ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ മാത്രം ലോക പോലീസ് തൊപ്പിയിട്ടു.
ഇന്ത്യ റഷ്യ സൗഹൃദം വികസനത്തിന്റെ ശക്തമായ പാതയാവാൻ പോവുകയാണ്. ഇന്ത്യ റഷ്യ ബന്ധം പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നാനാ തുറകളിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. എനർജി സുരക്ഷ, ബഹിരാകാശം, ആണവോർജ, പ്രതിരോധ സഹകരണം എല്ലാം റഷ്യൻ സാങ്കേതിക വിദ്യയിലൂടെ കൂടുതൽ ശക്തിയാർജിക്കും. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ താല്പര്യം മാത്രമേ നോക്കൂ. പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതിലപ്പുറമാണ്. പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, പരസ്പര വികസനം എന്നിവയിൽ ഊന്നിയ സൗഹൃദത്തിന്റെ അവസാന വാക്കാവുകയാണ് ഈ ബന്ധം. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഈ സൗഹൃദത്തെ പുതിയ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ SA-57 പോലുള്ള മുൻ തലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് നൽകാൻ എത്തുന്നത് ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ശക്തിക്കും നമ്മുടെ വിദേശ നയത്തിനും ലോകം നൽകിയിരിക്കുന്ന ബഹുമാന ചിഹ്നമാണ്. ഇന്ത്യ ഇനി ആരുടെയും ആശ്രിത രാജ്യമല്ല. ആഗോള കാര്യങ്ങളിൽ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തിയാണ് എന്നത് ഉറപ്പാണ്.